നമ്മുടെ ഏതെങ്കിലും സാമ്പത്തിക ആവശ്യങ്ങളിൽ ഒരുപക്ഷെ നമ്മെ സഹായിക്കാൻ ആരെങ്കിലും കൂടിയെത്തിയെന്ന് വന്നേക്കാം. മാനുഷികമായ പരിഗണനയോ സ്നേഹബന്ധങ്ങളോ ഒക്കെ അതിന് പ്രേരണ ഘടകമാകും. എന്നാൽ നമ്മുടെ കണ്ണുനീരിന് ഒന്ന് ഓഹരിക്കാരാകാൻ ലോകത്തിൽ ആരെങ്കിലും കിട്ടുമോ? സാരമില്ല, നിങ്ങൾ കരയണ്ട, നിങ്ങൾക്ക് പകരം ഞാൻ കരയാം, ഇനി കുറച്ചു നേരം നിങ്ങൾ വിശ്രമിക്കുക, അത്രയും സമയം ഞാൻ കരഞ്ഞോളാം എന്ന് പറയാൻ ആരെങ്കിലും കിട്ടുമോ? ഒരുപക്ഷെ അങ്ങനെ ഒരാൾ കരഞ്ഞാലും ആ കരച്ചിലിന് പരിഹാരമാകുമോ? ഒരിക്കലുമില്ല. എന്നാൽ നമുക്ക് വേണ്ടി കരയുന്ന ഒരുവനുണ്ട്. ദൈവത്തിന് വചനം പഠിക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. യേശു തമ്പുരാൻ നമുക്ക് വേണ്ടി കരഞ്ഞുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അനേകരുടെ കരച്ചിൽ കർത്താവ് അടക്കിയെന്ന്, അല്ലെങ്കിൽ കരച്ചിലിന് പകരം ചിരി നൽകിയെന്ന് നമ്മൾ വായിക്കുന്നില്ലേ? വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: യേശു അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. ഒത്തിരി സംസാരമോ ആശ്വാസവാക്കുകളോ അല്ലെങ്കിൽ അതിനോട് ചേരുന്ന എന്തെങ്കിലും ഭംഗിവാക്കുകളോ ഒന്നുമില്ല. നയീൻ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കർത്താവിനെ എതിർപ്പെടുന്നത് ഒരു ശവമഞ്ചമാണ്. ചുമന്നുകൊണ്ട് അനേക ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ വല്ലാതെ കരയുന്നു. ധാരാളം ആളുകൾ കരയുന്നുണ്ടാവാം. ആ കൂട്ടത്തിൽ അവരുടെ കരച്ചിൽ മാത്രം കർത്താവ് ശ്രദ്ധിച്ചു. ഞാൻ വിചാരിക്കുന്നത് ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി യേശു തമ്പുരാൻ അവരുടെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് ശവമഞ്ചം തൊട്ട് നിർത്തി അവരോട് പറഞ്ഞു, നിൽക്ക്. എന്നിട്ട് ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, കരയണ്ട എന്ന്. നോക്കണേ, നമ്മുടെ കരച്ചിലിന് ഒരുപക്ഷെ പരിഹാരമുണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ എത്രയോ പേർ ഓടിയെത്തിയെന്ന് വന്നേക്കാം. എന്നാൽ നമ്മുടെ കരച്ചിലിൻ്റെ കാരണം കണ്ടെത്തി അതിന് പരിഹാരമുണ്ടാക്കുവാൻ എത്ര പേർ കഴിയും? ചിലതിനൊക്കെ ഒരുപക്ഷെ ചിലർ സഹായിക്കാൻ വന്നു എന്ന് വന്നേക്കാം. അവർക്ക് പകരം അവിടെ ജീവൻ ഉണ്ടാക്കണമെങ്കിൽ സാക്ഷാൽ ജീവനാകുന്ന കർത്താവിന് മാത്രമേ കഴിയൂ. കർത്താവ് അവിടെ ചെന്നിട്ട് ബാക്കി സാഹചര്യങ്ങളോ അവിടെയുള്ള ആളുകളോടോ അവിടുത്തെ വേറെ യാതൊരു സംഭവങ്ങളും ചോദിക്കുന്നില്ല. ഓടിച്ചെന്നിട്ട് ശവമഞ്ചത്തൊട്ടു, ചുമക്കുന്നവർ നിന്നു. അതിനുശേഷം അവരുടെ കരയണ്ട എന്ന് പറഞ്ഞിട്ട് ആ ബാലനെ അല്ലെങ്കിൽ ബാലകനെ, ആ യൗവനക്കാരനെ എഴുന്നേൽപ്പിച്ചു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഈ ചെറിയ സന്ദേശം കേൾക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, നമുക്ക് പലർക്കും അന്യോന്യം സങ്കല്പിക്കാൻ കഴിയാത്ത കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അനേകരും. നമുക്ക് ചിലർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറത്തെ സങ്കടം പേറിക്കൊണ്ട് അനേകർ നടക്കുന്നുണ്ട്. അവർക്കൊരാശ്വാസമാകുവാൻ കുറഞ്ഞപക്ഷം ഒരു പ്രാർത്ഥനയെങ്കിലും. അങ്ങനെയല്ലേ നല്ലത്? അതല്ലേ ആശ്വാസം? ഞാൻ നിങ്ങൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കൾക്കായിട്ടും സ്തോത്രം. ഞങ്ങളുടെ കണ്ണുനീരിനെ നിർത്തലാക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.